ഗൂഗിള് നാനോ ബനാന പ്രോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ആ ആള് ഒരു അംബ്രല്ല ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇമേജിന് ഒരു ചേഞ്ച് വരാതെ തന്നെയാണ് കേട്ടോ നമുക്ക് അതെല്ലാം കിട്ടിയിരിക്കുന്നത്. ആ ഒരാളുടെ ഫേസിലേക്ക് വരുന്ന ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത്, ആ ചുളിവുകളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോണ്ടിലാണ് നമുക്ക് കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന രീതിയിൽ ഒരു മൂന്നാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ വെച്ച് ഗൂഗിള് നാനോ ബനാന പ്രോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നാനോ ബനാന നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇമേജ് ജനറേഷൻ മോഡലായിരുന്നു. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണത്. അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ആയിട്ടുള്ള നാനോ ബനാന പ്രോ ആണ് ഗൂഗിൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഇതിനെ ഒഫീഷ്യലി ജെമിനി പ്രോ ഇമേജ് എന്നും പറയുന്നുണ്ട്. ജെമിനി 3 മോഡലിൻ്റെ മുകളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നാനോ ബനാന പ്രോവിനെ വെറും ഒരു ഇമേജ് ജനറേറ്ററിൽ നിന്നും ഒരു പ്രൊഫഷണൽ ടൂളാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഒന്ന്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോംസ് ആണ്. ഇതിനെ വെറും ഒരു സിമ്പിൾ കമാൻഡ്സ് എന്ന് നമ്മൾ വിളിച്ചാൽ പോരാ, ഇതൊരു കോൺവെർസേഷണൽ എഡിറ്റിംഗ് സ്റ്റൈലാണ് ഇപ്പോൾ ഇതിൻ്റെ അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ AI സംസാരിച്ച് ഒരു ഇമേജിനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോംപ്റ്റുകൾ ഇപ്പോൾ ഈ നാനോ ബനാന പ്രോൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മളൊരു കമാൻഡ് കൊടുക്കുന്നു, അത് വെച്ചിട്ടൊരു ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡുകളൊക്കെ ഒന്നും കൂടി പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഇമേജിനെ ഒന്നും കൂടി റീ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡിസൈനറോ ഒരു എഡിറ്ററോ നമ്മുടെ ഗ്രാഫിക് ഡിസൈനറോ നമ്മുടെ അടുത്തിരുന്നിട്ട് അയാളുടെ അടുത്ത് നമ്മൾ ഓരോ ചേഞ്ചസ് ചെയ്യാനായിട്ട് പറഞ്ഞ് മാറ്റി ചെയ്യിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് നാനോ ബനാന പ്രോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എ മാൻ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഇൻ എ പാർക്ക്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, നമ്മൾ നാനോ ബനാന പ്രോ മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. നാനോ ബനാന പ്രോ മോഡൽ എനേബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ജെമിനി 3യുടെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ജെമിനി 3 പ്രോ മോഡൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾക്ക് നാനോ ബനാനയുടെ ഈ പ്രോ മോഡൽ യൂസ് ചെയ്തിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു മാൻ സിറ്റിംഗ് ഇൻ എ ബെഞ്ച്, ഒരു പാർക്കിലിരിക്കുന്നത് പോലെ. ഞാൻ എനിക്ക് എന്ത് വേണം, ഈ ഒരു മാൻ ഒരു ബുക്ക് റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾഡിങ് ആൻ അംബ്രല്ല ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊരു പ്രോംപ്റ്റ് വളരെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മേക്ക് ദ മാൻ ഹോൾഡ് ആൻ അംബ്രല്ല. ഇപ്പോൾ നോക്കിയേ, ആ ആൾ ഒരു അംബ്രല്ല ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇമേജിന് ഒരു ചേഞ്ച് വരാതെ തന്നെയാണ് കേട്ടോ നമുക്കതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്, എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റിങ്സ് മാറ്റണം. അതിനു വേണ്ടിയും എനിക്ക് സിമ്പിളായിട്ട് സംസാരിക്കുന്ന രീതിയിൽ കോൺവെർസേഷൻ സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് ടു എ റെയിനി ഈവനിങ്. ഇപ്പോൾ ഒരു റെയിനി ഈവനിങ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷണൽ സ്റ്റൈലിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമേജ് ആഡ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ടിനെ ഇമേജ് ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ നാനോ ബനാന പ്രോ മോഡലിൻ്റെ ഉള്ളിൽ. ഇനി അടുത്തൊരു ഫീച്ചർ അഡ്വാൻസ്ഡ് AI അനാലിസിസ് ആണ്.
ഇതാണ് ഏറ്റവും പ്രോ ആയിട്ടുള്ള ഫീച്ചറുകളിൽ ഒന്ന്. നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് നാനോ ബനാന പ്രോ മോഡൽ അതിനെ വെറും കുറേ കളറുകളായിട്ട് മാത്രമല്ല ഇപ്പോൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആ ഫോട്ടോയിലുള്ള ഒബ്ജക്ട്സ്, ലൈറ്റിങ്, ഷാഡോസ്, കോമ്പോസിഷൻ എന്നിവയെല്ലാം ഈ AI കൃത്യമായിട്ട് മനസ്സിലാക്കും. എവിടെയാണ് അതിലൊരു മരം ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് അതിലൊരു മനുഷ്യനുള്ളത്, അല്ലെങ്കിൽ ലൈറ്റിങ് ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ AIക്ക് അറിയാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു റെഡ് ഷർട്ടിലുള്ള ഒരാളുടെ ഇമേജാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഈ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ചേഞ്ച് ദ ഷർട്ട് കളർ ടു ബ്ലൂ എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ ഈ ഒരു കുറച്ച് ചുളിവുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഇമേജാണിത് അല്ലേ, ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ മാറ്റാനായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാനോ ബനാന എന്താണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, എത്ര കറക്റ്റായിട്ടാണ് ആ ഒരു ഇമേജ് നമുക്ക് ബ്ലൂ കളറാക്കി തന്നതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. AI നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു വെറുതെ ഒരു പെയിൻ്റ് അടിച്ച പോലെ അല്ല നമുക്കത് തന്നിരിക്കുന്നത്. ഈ ഒരു അതിലുണ്ടായിരുന്ന ഷാഡോസ്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഇങ്ങനെ ചുളിവുകൾ പോലത്തെ കാര്യങ്ങൾ, അതെല്ലാം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് തന്നിരിക്കുന്നത്, ആ ഷർട്ടിൻ്റെ കളർ മാറ്റി ബ്ലൂ കളറാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് ശരിക്കും ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിൽ ചെയ്ത രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും അവർക്ക് ബ്ലൂ കളറിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വന്നു, ആ ബ്ലൂ കളർ ഷർട്ട് ഇട്ട് ഫോട്ടോഷൂട്ട് എങ്ങനെ എടുത്തോ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും, ആ ഒരാളുടെ ഫേസിലേക്ക് വരുന്ന ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത്, ആ ചുളിവുകളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ അഡ്വാൻസ്ഡ് AI അനാലിസിസ്. അതായത് ആ ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇമേജിൽ വരുന്ന ലൈറ്റിങ്ങും ഷാഡോസും കോമ്പോസിഷനും എല്ലാം AIക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ കളറ് മാത്രം ചേഞ്ച് ചെയ്ത് തന്നിട്ട് ആ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇമേജിനെ തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ നമുക്ക് നോക്കാം. ഫ്ലോലെസ് ടെക്സ്റ്റ് റെൻഡറിങ് ആണ്. മുൻപത്തെ AI മോഡലുകളുടെ ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു നമ്മൾക്ക് ഇമേജുകളിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ചേർക്കാനായിട്ട് ഉള്ള ലിമിറ്റേഷൻ. ചില സമയത്ത് ലോങ് ടെക്സ്റ്റുകളൊക്കെ കൊടുക്കുമ്പം കറക്റ്റായിട്ട് ചിലപ്പം വരാറുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് മോഡലുകളാണ് നമുക്ക് ടെക്സ്റ്റ് നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഡിയോഗ്രാം പറയുന്ന മോഡലൊക്കെ നമുക്ക് നന്നായിട്ട് ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ തരുമായിരുന്നു, ലോങ് ടെക്സ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ പല മോഡലുകൾക്കും ടെക്സ്റ്റ് റെൻഡറിങ് അത്ര പ്രോപ്പർ അല്ലായിരുന്നു. അതുപോലെ വേറൊരു പ്രോബ്ലം ആയിരുന്നു മൾട്ടിപ്പിൾ ലാംഗ്വേജസിലുള്ളത്. ഒരുപാട് മോഡൽ, ഇപ്പം നാനോ ബനാനയുടെ കഴിഞ്ഞ മോഡലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി തരുന്നുണ്ടായിരുന്നു. പക്ഷേ മൾട്ടി ലാംഗ്വേജസിൽ വരുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മലയാളം ടെക്സ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ അത് ഒരു വേറെ എന്തോ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ടെക്സ്റ്റ് കറക്റ്റായിട്ട് അക്ഷരങ്ങളൊക്കെ നമുക്ക് വേറെ എന്തോ രൂപത്തിലൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രോബ്ലം നാനോ ബനാന പ്രോ മോഡൽ സോൾവ് ചെയ്തിരിക്കുകയാണ്. നാനോ ബനാന പ്രോയ്ക്ക് വളരെ ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഏത് ഭാഷയിലും നമ്മൾ പറയുന്ന ഫോണ്ട് സ്റ്റൈൽ ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റുകൾ റെൻഡർ ചെയ്ത് തരാനായിട്ട് പറ്റും. ഇത് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും, യൂട്യൂബ് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ, ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റെവല്യൂഷണറി ഫീച്ചറായിട്ടായിരിക്കും ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മലയാളത്തിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തു, ക്രിയേറ്റ് എ പോസ്റ്റർ ഫോർ എ ട്രാവൽ ഏജൻസി വിത്ത് എ ബ്യൂട്ടിഫുൾ ഇമേജ് ഓഫ് മൂന്നാർ, ആഡ് എ ടെക്സ്റ്റ് കേരളത്തിലേക്ക് സ്വാഗതം ഇൻ എ ബോൾഡ് എലഗൻറ്റ് മലയാളം ഫോണ്ട് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നോക്കിയാൽ നല്ലൊരു ബാനറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോണ്ടിലാണ് നമുക്ക് കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന രീതിയിൽ ഒരു മൂന്നാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ വെച്ച് ഫോണ്ടാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്.
മറ്റേത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഒന്നും നല്ലതായിട്ട് റൈറ്റ് ചെയ്ത് തരില്ല. ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജ്, ഇപ്പോൾ ഹിന്ദി അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജിലും നല്ല രീതിയിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമുക്കിപ്പോൾ ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറ്റുന്നുണ്ട്. ഫോണ്ടുകളും നന്നായിട്ട് നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിയൽ വേൾഡ് നോളജ് വിത്ത് ഗൂഗിൾ സെർച്ച് ആണ്. സാധാരണ AI മോഡലുകൾക്ക് അതിനെ ട്രെയിൻ ചെയ്യിച്ച വിവരങ്ങൾ മാത്രമേ അറിയാനായിട്ട് പറ്റുണ്ടാവുള്ളൂ. എന്നാൽ നാനോ ബനാന പ്രോയ്ക്ക് ഗൂഗിൾ സെർച്ച് വഴി ലേറ്റസ്റ്റ് വിവരങ്ങൾ എടുക്കാനായിട്ട് കഴിയും. അത് റിയൽ ആയിട്ടുള്ള ഗൂഗിൾ സെർച്ച് വെച്ച് കണക്റ്റഡ് ആണ്. ഇപ്പോൾ AI സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എനേബിൾ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാനോ ബനാനയ്ക്ക് ഗൂഗിൾ സെർച്ചുമായിട്ട് ആക്സസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ആണ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല, ഇല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു നാനോ ബനാന പ്രോയ്ക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ റിസർച്ച് ചെയ്ത് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ ഹിസ്റ്റോറിക്കലി അക്യുറേറ്റ് ഇമേജ് ഓഫ് ദ കൊറോണേഷൻ ഓഫ് എ ചോള കിങ് ഫ്രം ദ 11th century എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ തരുന്ന ഇമേജ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്ന ഇമേജ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല അല്ലേ. ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ ജസ്റ്റ് നമ്മൾ പറഞ്ഞു ചോള കിങ് ഫ്രം ദ 11th century എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതിന് ഈ ഒരു സെർച്ച് ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഇമേജാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇതൊരു വെറും ഒരു ആർട്ടിസ്റ്റ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്മാർട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നാനോ ബനാന പ്രോയുടെ മറ്റൊരു ഫീച്ചർ. ഗൂഗിൾ സെർച്ച് എനേബിൾഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് മൾട്ടി ഇമേജ് കൊഹിഷൻ ആണ്. അതായത് പല ഇമേജസിൽ നിന്നുള്ള സ്റ്റൈല്, ക്യാരക്ടർ, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ഇമേജസിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് 14 ഇമേജസ്, അതായത് 14 ഇമേജുകൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഓരോ ചിത്രത്തിൽ നിന്നുള്ള ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ അടുത്ത ചിത്രത്തിൽ നിന്നുള്ള ആർട്ട് സ്റ്റൈലോ ഒക്കെ വെച്ച് ഒരു പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഇമേജസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ 4 ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 14 ഇമേജ് വരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോംപ്റ്റ് എങ്ങനെയാണ് ഇതിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ ഇമേജ് ആക്കേണ്ടത് എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പൈൻ ദീസ് ഇമേജസ് ഇൻറ്റു വൺ അപ്രോപ്രിയേറ്റ്ലി അറേഞ്ച്ഡ് സിനിമാറ്റിക് ഇമേജ് ഇൻ 16:9 ഫോർമാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജിലുള്ള 4 കമ്പോണൻസിനാണ്. ഒന്ന് ഈ ഒരു സൺസെറ്റിൻ്റെ ഇത്, പിന്നെ ഈ ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ ഒരെണ്ണം, പിന്നെ ഈ ഒരു ആസ്ട്രോനട്ട് പോലത്തെ ഒരാൾ, പിന്നെ ഈ ഒരു എലമെൻറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഇമേജിൽ കൊണ്ടുവന്നൊരു കംപ്ലീറ്റ് ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോസ് നമുക്ക് പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ആസ്പെക്ട് റേഷ്യോസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് നമ്മൾ 16:9 ഫോർമാറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, 16:9 ഫോർമാറ്റിൽ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് മേക്ക് ഇറ്റ് ഇൻ 1:1 റേഷ്യോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമുക്കത് 1:1 റേഷ്യോയിലാക്കി തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ആസ്പെക്ട് റേഷ്യോസ് വേണമെങ്കിൽ അത് നമുക്ക് നാനോ ബനാന പ്രോയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ആസ്പെക്ട് റേഷ്യോസിലുള്ള ഇമേജസ് നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
കണ്ടോ ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് 1:1 റേഷ്യോയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആസ്പെക്ട് റേഷ്യോ എന്താണെന്നുള്ളത് നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ഏത് ആസ്പെക്ട് റേഷ്യോയിലും നമുക്ക് ആ ഒരു ഇമേജസിനെ ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ടും നാനോ ബനാന പ്രോൻ്റെ ഉള്ളിൽ പറ്റുന്നുണ്ട്. മറ്റൊരു ഫീച്ചർ നമുക്ക് ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ടൈം ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലും സയൻറ്റിഫിക് ഫാക്ട്സ്, ഹൗ ടു ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളതിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഫീച്ചറായിരുന്നു ടെക്സ്റ്റ് റെൻഡറിങ്ങിൻ്റെ കാര്യങ്ങൾ. അത് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫോഗ്രാഫിക്സ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടൈം ലൈൻ ഇല്ലസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു എവല്യൂഷൻ ഓഫ് ദ ഏവിയേഷൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഇൻഫോഗ്രാഫിക്സ് ഓരോ ടൈം ലൈൻ വെച്ചിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ടീച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇപ്പം എന്തെങ്കിലും സ്റ്റുഡൻസിന് നമുക്ക് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ നാനോ ബനാന പ്രോൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കുറച്ച് യൂസ് കേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് യൂസ് കേസസ് ആണ് ഈ ഒരു മോഡലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ നാനോ ബനാന മോഡലിനേക്കാളും ഒരുപാട് വലിയ അപ്ഗ്രേഡ്സ് ആണ് ഈ ഒരു നാനോ ബനാന പ്രോ മോഡലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.